നമ്മളോടൊപ്പം എസ് ശ്രീകാന്ത് കൂടി ചേരുന്നു. ശ്രീകാന്ത്, നരേന്ദ്രമോദിയുടെ തൃശ്ശൂരിലെ സന്ദർശനം അത് സ്വാഭാവികമായും BJPയെ സംബന്ധിച്ച് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്ന കരുത്തായി അവർ കണക്ക് കൂട്ടുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ വരവിൽ അവിടുത്തെ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു ഇംപ്രഷൻ? ഏത് തരത്തിലാണ് ഈ അവിടെ തടിച്ചുകൂടിയ ജനം നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ ഈ വരവിനോട് എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നത്? 7 ജില്ലകളിൽ നിന്നായി ഏകദേശം 2 ലക്ഷത്തോളം പേർ വരും എന്നുള്ളതാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട BJP നേതൃത്വം അറിയിച്ചിരുന്നത്. ഏറെക്കുറെ ഒരു 10,000-കണക്കിന് ആളുകൾ ഇവിടെ സംഘടിച്ചു എന്ന് തന്നെ പറയാം. ഈ സദസ്സിൽ വനിതകളുടെ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ റോഡ് ഷോ കടന്നുപോയ പാതയ്ക്കിരുവശവും ആയിരക്കണക്കിന് ആളുകൾ കാണാൻ കാത്തുനിന്നു എന്നുള്ളതും വസ്തുതയാണ്. മുൻപ് പലപ്പോഴും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഇത്തരത്തിൽ കണ്ടിട്ടുണ്ട്, പ്രധാനമന്ത്രിയുടെ പരിപാടി കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം ഇത്തവണത്തെ പരിപാടിക്ക് ഒരു പ്രാധാന്യം കൈവരുന്നത് മറ്റൊരു കാര്യം കൊണ്ടാണ്. അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കിക്ക് ഓഫ് നരേന്ദ്രമോദി നിർവഹിച്ചിരിക്കുന്നു. അത് തൃശ്ശൂരിൽ നിന്ന് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. മോദി തരംഗത്തിൽ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും മുക്കിലും മൂലയിലും താമര വിരിഞ്ഞിട്ടും കേരളം പുറംതിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിരുന്നത്. പക്ഷേ കാറ്റ് എല്ലാം കൊണ്ടും അനുകൂലമായി വീശുമ്പോൾ ഇക്കുറി ആ അപവാദം ഇല്ലാതാക്കാൻ BJP ഇരു കൈയും തലയും മുറുക്കി അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പരമ്പരാഗതമായി CPIM-നെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെയും UDF-നെയും ഒക്കെ പിന്തുണച്ചു പോരുന്ന വിഭാഗങ്ങളാണ് കൂടുതലായുള്ളത്. അവരെ ഒന്ന് മാറ്റി ഈ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കടന്നു കയറണമെങ്കിൽ സ്ത്രീകളെ ഒപ്പം നിർത്തണം. ആ ഒരു ചിന്തയാണ് BJP നേതൃത്വത്തിന് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ BJPയുടെ സർക്കാരുകളെ എത്തിച്ചത് അവർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഛത്തീസ്ഗഡിലൊക്കെ അധികാരത്തിൽ വരുമെന്ന്. അവരെ എത്തിച്ചത് BJPയെ പിന്തുണയ്ക്കുന്ന സ്ത്രീ വോട്ടുകളിലൂടെയാണ്. സ്ത്രീകൾക്ക് അനുകൂലമായ രീതിയിൽ ഈ ഉജ്ജ്വല യോജനയിലൂടെയും ഒക്കെ മറ്റും സ്ത്രീകൾക്ക് അനുകൂലമായ രീതിയിൽ കൊണ്ടുവന്ന വികസന പദ്ധതികൾ അത് ഫലം കണ്ടു എന്നാണ് BJP നേതൃത്വം വിലയിരുത്തുന്നത്. സ്ത്രീകളൊപ്പം നിന്നാൽ വിജയിക്കാനാകും എന്നൊരു തിരിച്ചറിവിലേക്ക് ഇപ്പോൾ BJP നേതൃത്വം വന്നിരിക്കുന്നു. അതിനാൽ കൂടിയാണ് മഹിളാ സംഗമം വിളിച്ചു ചേർക്കാൻ BJP തീരുമാനിക്കുകയുണ്ടായത്. അതൊരു വലിയ വിജയമാണ് എന്ന് സ്വാഭാവികമായും അവർക്ക് അവകാശപ്പെടാം. പ്രധാനമന്ത്രിയും വലിയ ആവേശഭരിതനായിരുന്നു ഇത്ര വലിയ മഹിളകളുടെ ആൾക്കൂട്ടം കണ്ടിട്ട് എന്ന് പറയാം. അദ്ദേഹത്തിന്റെ നിരവധി പരിപാടികൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം ആവേശഭരിതനായി താൻ ചെയ്ത പ്രവൃത്തികൾ, തന്റെ വികസന പദ്ധതികൾ അക്കമിട്ട് നിരത്തി ആവേശഭരിതനായി പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രിയെ ഈ അടുത്ത് കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് തൃശ്ശൂരിൽ പൂരനഗരിയിൽ നമുക്കത് കാണാൻ സാധിക്കുകയും ചെയ്തു. അതായത് LDF-നെയും UDF-നെയും കേരളത്തിൽ നേരിടാൻ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സ്ട്രാറ്റജി പോരാ, വനിതകളെ ഒപ്പം നിർത്തണം, അവരിലൂടെ ഒരു കടന്നുവരവുണ്ടാകൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ മഹിളാ സംഗമവും വനിതകളിലേക്ക് ഇറങ്ങാനും BJP തീരുമാനിച്ചിരിക്കുന്നത്. അത് തൃശ്ശൂരിൽ തന്നെ വെച്ചതിന് പിന്നിൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ. അവരുടെ A+ മണ്ഡലമാണ് തൃശ്ശൂർ. അവർക്ക് കിട്ടിയ ഏറ്റവും മികച്ച A+ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. അക്കാരണങ്ങൾ കൊണ്ടാണ് തൃശ്ശൂർ തെരഞ്ഞെടുത്തത് എന്ന് പറയാതിരിക്കാനാകില്ല. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സിനിമാ താരം എന്ന നിലയിൽ സ്ത്രീകൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. അത് വിജയത്തിന് എക്സ്ട്രാ ബോണസായി മാറും എന്ന് BJP പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, ശ്രീകാന്ത് നമ്മളോട് പങ്കുവച്ചത് നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ തൃശ്ശൂരിലെ സന്ദർശനം ഉണ്ടാക്കിയിരിക്കുന്ന ചലനങ്ങൾ എന്താണ് എന്നതാണ്. ആവേശഭരിതമായ രീതിയിലുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗം അത് തൃശ്ശൂരിൽ വോട്ടായി മാറുമോ എന്നതാണ് BJPയെ സംബന്ധിച്ച് അവരുടെ കണക്കുകൂട്ടൽ പ്രധാനമായിട്ടുള്ളത് എന്നും ശ്രീകാന്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വളരെ വേഗം തിരികെ വരാം മറ്റു വാർത്തകളിലേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.